ഗുഡ് മോർണിംഗ്. ഞാനപ്പം ഇന്ന് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ പോകാൻ പോവുക. പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ആൾക്ക് ഇച്ചിരി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടില്ലല്ലോ, കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ പോവാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അതെല്ലാം കിട്ടും, പക്ഷേ ചേച്ചി നിൽക്കുന്ന സ്ഥലത്ത് അത് കിട്ടില്ല. സോ ഞാനതൊക്കെ മേടിച്ച് പോസ്റ്റിൽ അയക്കാൻ പോവാണ്. കാരണം എൻ്റെ ക്ലാസ്സസും ഒക്കെ കാരണം ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ലേറ്റ് ആവുന്നു മീറ്റൊക്കെ. അപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു എന്നാൽ പോസ്റ്റിൽ ചേച്ചിക്ക് അയക്കാം, അതാകുമ്പോൾ ഡോർ സ്റ്റെപ്പിൽ കിട്ടൂലോ എന്ന്. അപ്പം നമുക്ക് UK പോസ്റ്റ് ഓഫീസിൽ പോവാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പോകുന്നതും ഒരു പോസ്റ്റ് അയക്കുന്നതും. എനിക്കും ഒന്നും അറിയില്ല. നമ്മളപ്പം ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ? പോസ്റ്റ് ഓഫീസിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സാധനങ്ങൾ വാങ്ങണം. ഞാൻ അച്ചാർ തന്നെ ചെയ്തു കേട്ടോ. കടുമാങ്ങ അച്ചാറാണ് ഇടാൻ ചേച്ചിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് മേടിച്ച് ഇട്ട് വെച്ചിരുന്നു. കാരണം ഇവിടെ അല്ലാതെ പാക്കറ്റിലൊക്കെ മേടിക്കുന്നതിന് നല്ല പൈസയാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാങ്ങ മേടിച്ചിട്ട് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അത് സേഫായിട്ട് അകത്തുണ്ട്. നമുക്ക് വന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പാക്ക് ചെയ്തിട്ട് വേണം പോസ്റ്റ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ജാക്കറ്റ് ഒന്നും ഇടാതെയാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. നിനക്കറിയാലോ, എനിക്ക് ജാക്കറ്റ് ഇടുന്ന മടിയാണ്. ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കിവിടെ വലിയ തണുപ്പൊന്നും തോന്നിയില്ല. എനിക്ക് ഇച്ചിരി തണുപ്പൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ജാക്കറ്റ് ഇടാതെ എന്തുകൊണ്ട് പൊക്കൂടെ എന്ന ആലോചനയുള്ളത്. പക്ഷെ എനിക്കിപ്പം ചെറുതായിട്ട് തണുക്കുന്ന പോലെ ഉണ്ട്. ജാക്കറ്റ് ഇടണോ? ജാക്കറ്റ് ഇടണോ വേണ്ടയോ? കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും നമുക്ക് ജാക്കറ്റ് ഇടാൻ പോവാം. എന്താവും അനുഭവം നോക്കാമല്ലോ. നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലോട്ടല്ല പോകുന്നത്, നമ്മളിപ്പോൾ സാധനം വാങ്ങാനാണ് പോകുന്നത്. നമ്മൾ ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റോറൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. എനിക്കറിയില്ല, അങ്ങനെയാണ് എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞത്. ചേട്ടന്മാരൊക്കെ പാഴ്സൽ അയച്ചിട്ടുള്ളവരാണ്. അപ്പം അവർ പറഞ്ഞത് നമ്മൾ തന്നെ കാർഡ്ബോർഡ് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് സേഫായിട്ട് പോകാത്ത പോലെ പാക്ക് ചെയ്യണം, ബാക്കി അവിടെ അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി സാധനങ്ങൾ വാങ്ങിച്ചു തരാം. പിന്നെ എനിക്ക് വ്ളോഗ്സൊക്കെ താമസം വരുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒന്നെങ്കിൽ എന്തായിരിക്കും ക്ലാസ്സിലായിരിക്കും. എനിക്ക് ക്ലാസ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ലോങ് ആയതുകൊണ്ട് അത്യാവശ്യം കഷ്ടപ്പാടൊക്കെയാണ്. സേവിങ്സ് ഉണ്ടെന്ന് കരുതി അതിനനുസരിച്ച് കഷ്ടപ്പാടും കൂടുതലാണ് നമുക്ക് പോകുന്ന വഴിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് രാവിലെ ഇറങ്ങണം. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ക്ലാസ്സിൻ്റെ ടൈമൊക്കെ കറക്റ്റാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടുന്ന് വൈകുന്നേരം, അതായത് ഈവനിങ് ഒരു 5 ഒക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ക്ലാസ് കഴിയൽ. അപ്പോൾ ആ സമയത്താണ് അവിടുന്ന് പിന്നെയും ട്രാവൽ ചെയ്ത്. ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായി കഴിഞ്ഞ ദിവസം, ഇപ്പോൾ കിടന്നുറങ്ങുന്നതിലും കൂടുതൽ ഇരുന്നുറങ്ങലാണ് പതിവ്. കാരണം ബസ്സിലിരുന്നിട്ടാണ് ഉറങ്ങുന്നത്. കിടന്നുറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം ആഴ്ച 3 ദിവസം ക്ലാസ് ഉണ്ട്. അപ്പം അതിനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് തൊട്ട് രാവിലെ വരെ ബസ്സിലിരുന്നുള്ള ഉറക്കവും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു സെമിസ്റ്റർ മാത്രമേ ഇങ്ങനെയുള്ളൂ. കഴിഞ്ഞ സെമിസ്റ്റർ എനിക്ക് 2 ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സെമിസ്റ്ററിലാണ് 3 ക്ലാസ് വന്നത്. അപ്പോഴാണ് ട്രാവൽ ടൈമും കൂടിയത്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെയാണ്. അവധിയുള്ള ദിവസം ഞാൻ അതേപോലെ കിടന്നുറങ്ങും. ഇന്നെൻ്റെ ഒരു ലീവ് ദിവസമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉച്ചയായി എണീറ്റപ്പോൾ ഉച്ചയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റെഡിയായി. അല്ല, എനിക്കറിയാം ഞാനിന്ന് പോവില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു കരടിയായിട്ട് ജനിക്കണ്ടായിരുന്നു. കാരണം വീടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്ന പരിപാടിയില്ല എനിക്ക്. ഞാൻ ഫുൾ ടൈം വീടിൻ്റെ അകത്തിരിപ്പാണ്. അപ്പം നമ്മുടെ ഒരു പോക്കറ്റ് റോഡിലായിരുന്നു നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്കാണ് നടന്ന് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിറച്ച ആളുകളും കാര്യങ്ങളും ബസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം തണുപ്പില്ലാത്ത ദിവസം കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ചു, ജാക്കറ്റ് ഇടാതെ കുറച്ച് ഇറങ്ങിയപ്പോൾ. പക്ഷെ എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ എന്താവും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലേ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് എൻ്റെ നാട്ടിൽ. ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് അവിടെ ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്താണ്, കൊച്ചുണ്ടായി ആ സമയത്താണ് ഞാൻ UK കയറി വരുന്നത്. പക്ഷേ
അന്നേരമൊന്നും എനിക്ക് അവളുടെ ചൈൽഡ്ഹുഡൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ എനിക്ക് ആര് പ്രഗ്നൻ്റ് പറഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒത്തിരി പറ്റാത്തൊരു എന്താ പറയുക ചേച്ചിയുടെ ഉണ്ടായിരുന്നിട്ടും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എവിടെ പ്രഗ്നൻ്റ് ആയിട്ട് ആരൊക്കെ ഉണ്ടായാലും എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവരോട്. എന്താണെന്നറിയില്ല, എനിക്ക് അന്നേരം ചേച്ചീനെ മിസ് ചെയ്യും. ഇന്ന് വലിയ തിരക്കില്ലാത്തൊരു ദിവസമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് പേരൊന്നുമില്ല, എന്നാലും അയ്യോ പറഞ്ഞു തീരുന്നതിന് മുന്നേ ഫ്രണ്ടിലൊരു ബ്ലോക്ക്, കുറേ കാറുകളൊക്കെ ആയിട്ട്. കുഴപ്പമില്ല, ട്രാഫിക് ബ്ലോക്കാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡൻറ്റ് വേണമെന്ന്. തീർന്നില്ലേ, ഇവിടെയൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാട്ടിലെ പോലെ ബഹളവും കാര്യങ്ങളും ഒന്നുമല്ല. അവർ നിൽക്കും, അതിനുള്ള പോകുമ്പഴി നോക്കും, എന്നിട്ട് അവർ പോവും. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, മനുഷ്യന്മാരല്ലേ, ഏത് ഭാഷയിലാണെങ്കിലും സ്വാഭാവികമായിട്ടും വഴക്കുണ്ടാവും. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്താണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് നോക്കി നോക്കി നടക്കുന്നതുകൊണ്ട് എന്നെ വല്ല വണ്ടി ഇടിച്ചാൽ നിങ്ങൾക്കത് ലൈവായിട്ട് കാണേണ്ടി വരും. അതിലും ഭേദം നോക്കി ക്രോസ് ചെയ്യുന്നതാണല്ലോ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ പോർട്സ്മൗത്ത് ഇൻ്റർനാഷണലിലേക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരത്തെ ഓക്കേ ഉള്ളൂ. എനിക്ക് പക്ഷെ ഭയങ്കര മടി കേട്ടോ, നടക്കാനൊക്കെ ഞാൻ ഭയങ്കര മടിച്ചാ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വീട്ടിലുള്ള ദിവസം വണ്ടിയൊക്കെ ഉള്ളവരുടെ വണ്ടിയൊക്കെ മോഷ്ടിച്ചിട്ടാണ് ഞാൻ കയറിയിരിക്കും. എന്നെ കൊണ്ടുപോകോളാൻ പറയും. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവരാരെങ്കിലും എന്നെ കൊണ്ടുപോകും. വീട്ടിലെ ഏറ്റവും ഇളയതായതുകൊണ്ട് എനിക്ക് നല്ല പരിഗണനയുണ്ട്. ചുമ്മാ പറയല്ല കേട്ടോ, സത്യമായിട്ടും എനിക്ക് നല്ല പരിഗണനയുണ്ട്. അവരെന്നെ സഹിക്കുകയാണ് ഗൈസ്. പക്ഷെ എനിക്കതാണ് കേട്ടോ ഇഷ്ടം, അവരെന്നെ സഹിക്കുന്നതാണ് എനിക്കിഷ്ടം. വെറുതെ നല്ല കുട്ടിയായിട്ടിരുന്നിട്ട് എന്തിനാ, ഞാൻ എപ്പോഴും ശല്യപ്പെടുത്തും. എൻ്റെ ഉറക്കമുള്ള എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവിടെ ആരും ഉറക്കാറില്ല ഗൈസ്. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനെങ്ങനെ ഇവിടെ 2 വഴിയുണ്ട്. അപ്പം നമുക്ക് ഏത് വഴി പോകണം? ഈ വഴി പോവാം. ഇതാണ് കാണാനൊരു ഭംഗിയൊക്കെ ഉള്ളൊരു വഴി ഇതാണ്. അപ്പം നമുക്ക് ഇതുവഴി പോവാം. ആ ബസ് അവിടെ നിർത്തിയിട്ടൊക്കെ നിങ്ങൾ കണക്കിലേ കൂട്ടണ്ട. നമ്മളിന്ന് ബസ്സേ കയറുന്നില്ല, കാൽനട മാത്രമേ ഉള്ളൂ. നമുക്ക് അതുവഴിയൊന്നും കറങ്ങിപ്പോകാൻ എനിക്ക് വയ്യ. നമുക്കവിടെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ചാടാം. ഈ കാണുന്നൊരു സിഗ്നലാണ്, ഇത് ക്രോസ് ചെയ്ത് നമുക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ സിഗ്നലാണ് നിൽക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് സിഗ്നൽ ആകുമ്പോൾ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുന്ന സിഗ്നൽ വരും. അപ്പോൾ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയാണ്. ഇതൊക്കെ ഫോണൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണെന്ന് തോന്നുന്നു കേട്ടോ, എടുത്ത് ചാടിയാലോ എന്നൊക്കെ. ഡ്രൈവർമാരൊക്കെ അതുപോലെയാണ് നോക്കിയിട്ട് പോകുന്നത്. ഞാൻ എടുത്ത് ചാടുമെന്ന് അവർക്കൊരു ഉറപ്പില്ലെന്ന്. എന്തായാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ അത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാ കാണുന്നതായിരുന്നു ആ സിഗ്നൽ. ഇവിടെ ഇങ്ങനത്തെ സ്കൂട്ടേഴ്സ് ഉണ്ട് കേട്ടോ, ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. പക്ഷേ എനിക്ക് ഓടിക്കാറിയട്ടോ. ഞാനൊരു ദിവസം ജിഷ്ണുവിൻ്റെ അടുത്ത് ഓടിച്ചിട്ടുണ്ട്. ജിഷ്ണു എൻ്റെ ചേട്ടനാണ്. അപ്പം ഞാനൊരു ദിവസം ആളുടെ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് ഓടിച്ചിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ എനിക്കൊരബദ്ധം പറ്റി. അതുകൊണ്ട് പിന്നീട് ഞാനത് തൊട്ടിട്ടില്ല. ഭയങ്കര അത് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. എന്നിട്ട് ഞാനത് കാല് വെച്ച് ചവിട്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി. എനിക്ക് ആകെപ്പെട്ട് ഞാൻ എൻ്റെ കാല് നല്ല വേദന എടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ആ സാധനം തൊട്ടിട്ടില്ല. നല്ല പേടിയല്ല, ജാഗ്രതയാണ്. അങ്ങനെ പറയുന്നതാണ് അതിൻ്റെ ഒരു ശരി അല്ലേ. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ഷോപ്പിങ്ങിനായിട്ട് ആളുകൾ വരുന്ന ഒരു ഏരിയ ആണ്. ഞാനിപ്പം അതിനടുത്ത് എത്തിയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാറ്റൊക്കെ നമ്മുടെ ഇവിടുത്തെ വീടുകളിലൊക്കെ പ്രത്യേകിച്ചും വുഡിൻ്റെ ഫ്ലോറിങ്ങൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇടാൻ വേണ്ടിയിട്ട് മാറ്റും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കിട്ടും. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ അടുത്തെത്തി. നമ്മൾ
നമ്മുടെ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ മേടിക്കേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ മറന്നു പോകും. അങ്ങനെ ഒരു കുഴപ്പം കൂടെ എനിക്കുണ്ട്. ഞാൻ 2ഉം 3ഉം വരവിലൊക്കെയാണ് കാര്യങ്ങൾ ഓർത്തെടുക്കൽ. പക്ഷേ ഇല്ല, നമ്മളെല്ലാം വാങ്ങും. കാരണം നമുക്ക് വണ്ടിയില്ല, പിന്നെ വരും. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ അകത്ത് കയറി ഈ സെഷനിലാണ് എനിക്ക് വേണ്ട സാധനങ്ങൾ കഴിക്കുന്നത്. പേരയ്ക്ക ഇവിടെ ഉണ്ട്, പിന്നെ പേരയ്ക്കയും പിന്നെ ആത്തച്ചക്ക വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ട്, ഞാൻ മേടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെ നല്ല തിരക്കാണ്, അതുകൊണ്ടാണ്. ഈ കാണുന്ന മൊത്തം ഫ്രോസൺ ഫിഷും ഒക്കെയാണ് കേട്ടോ. ഈ താഴെ കാണുന്നതൊക്കെ വലിയ ഫിഷ്, ചെറിയ ഫിഷ് മുതൽ വലിയ ഫിഷ് വരെ ഇവിടെ കിട്ടും. ഇതൊക്കെ സ്വീറ്റ്സാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ നട്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ചെറിയ ഫിഷ്, ഇത് വലിയ ഫിഷുകളാണ്. ഇത്രയും വലിയ ഫിഷുകളൊക്കെ ഫ്രോസൺ ആയിട്ട് നമുക്കിവിടെ കിട്ടും. വേണ്ടവർക്ക് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് അവരുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങളൊക്കെ No, thank you. Thank you very much. ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഞാനവിടുന്ന് ഒരു കടയിൽ നിന്ന് കിട്ടാഞ്ഞിട്ട് ഞാൻ വേറൊരു കടയിൽ കയറി നെല്ലിക്ക വാങ്ങി. നെല്ലിക്ക വേണമെന്ന് പറഞ്ഞിരുന്നു. അമ്മയാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത് നെല്ലിക്ക കൊടുത്തു വിട്ടായിരുന്നു. അവിടെ നിന്ന് കൊടുത്തു വിട്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ചേച്ചിക്ക് നാടൻ ഐറ്റംസ് തന്നെയാണ് കഴിക്കൽ, അതുകൊണ്ട് ഇവിടെ കിട്ടലില്ല. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഇവിടുന്ന് മേടിക്കാം എന്ന് വിചാരിച്ചത്. അപ്പം അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നെല്ലിക്ക അയച്ചായിരുന്നു, പക്ഷെ അത് അവിടെ കിട്ടിയില്ല, പാക്കേജിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അത്. കാരണം ആഗ്രഹിച്ചൊരു സാധനം കഴിക്കാതിരിക്കാതെ ഈ സമയത്തെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ. അപ്പം ഞാൻ നെല്ലിക്ക കണ്ടിരുന്നു. ഇത് ചേച്ചിക്ക് ശരിക്കും സർപ്രൈസാണ് കേട്ടോ. ചേച്ചി അറിഞ്ഞിട്ടില്ല നെല്ലിക്ക ഉള്ള കാര്യമൊന്നും. ഞാൻ പറയുന്നുമില്ല, എന്തെങ്കിലും കുട്ടി കുട്ടി സർപ്രൈസസ് കൊടുക്കലല്ലേ നമുക്കൊരു സന്തോഷം. അതുകൊണ്ട് അത് വലിയ ആനക്കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ ചെറിയൊരു സന്തോഷം. ഇന്നിവിടെ ഭയങ്കര തിരക്കാട്ടോ. ഞാൻ തന്നെ വന്നുകൊണ്ട് വീഡിയോസ് എടുക്കാനും നിങ്ങളെ കാണിക്കാനും ഉള്ളത് കുറച്ച് പാടായിരുന്നു. എന്നാലും ഞാൻ അത്യാവശ്യം സ്റ്റോറിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്താറായി. ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. എനിക്ക് പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇവിടെ കിട്ടുന്നത് ഫ്രോസൺ സാധനങ്ങളായിട്ടാണ്. ഇപ്പോൾ ഫ്രോസൺ സാധനങ്ങൾ നമ്മളിപ്പം പാഴ്സലൊക്കെ അയക്കുക എന്ന് പറയുമ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടല്ലേ അവിടെ ചെല്ലുള്ളൂ. അപ്പം പുറത്ത് ഇതാണ് ക്ലൈമറ്റ് എങ്കിലും നമുക്ക് ആ സാധനങ്ങളുടെ ടെമ്പറേച്ചർ മാറുന്നത് കൊണ്ട് ചിലപ്പോൾ അത് നന്നായിട്ട് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഫ്രോസൺ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. നമ്മുടെ പേരയ്ക്കയും നെല്ലിക്കയും ആത്തച്ചക്കയൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ ഇവിടെ കിട്ടുമെന്ന്. ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഒരു റൗണ്ട് ഓൾറെഡി നേരത്തെ പറഞ്ഞ സമയത്തൊന്ന് പോയി നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം വാങ്ങാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കതൊക്കെ കിട്ടിയിട്ടുണ്ട്.
കുറച്ച് സന്തോഷമായി. പക്ഷേ എല്ലാം സന്തോഷമായില്ല, കാരണം എനിക്ക് പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടിയില്ല. എന്തോ എനിക്കതിനെ ഇനിയിപ്പോൾ കാണാൻ പോകുമ്പം ഉറപ്പായിട്ടും പറഞ്ഞ സാധനങ്ങൾ ബാക്കി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വലിയ തണുപ്പില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. തണുപ്പൊക്കെ എത്തിച്ചത് മൂക്കെന്നൊക്കെ വെള്ളം ഒലിക്കുന്നു, അതുപോലെ തണുക്കുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ എനിക്കിഷ്ടമായതുകൊണ്ടാണോ എന്തോ ഞാൻ ഈ ക്ലൈമറ്റ് എന്നെ എല്ലാവരും നോക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ജാക്കറ്റില്ലാതെ ഈ കുട്ടി ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. സത്യമായിട്ടും എനിക്ക് ജാക്കറ്റ് ഇടുന്നത് ഇഷ്ടമല്ല. കുറച്ചൊക്കെ തണുപ്പുള്ളെങ്കിൽ ഞാൻ ഇതുപോലെ ഇറങ്ങി നടക്കും. ബാക്കിയുള്ള മനുഷ്യന്മാരെ പോലും ഒന്നുമല്ല, എന്തൊക്കെയോ വിചിത്രമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി, വീട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിനി പാക്കിങ്ങും പോസ്റ്റിൽ അയക്കുന്നതും ഒക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചാലോ, അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അതുവരെയും ബൈ.